തിന്മ മനുഷ്യനെ ചിലപ്പോഴും അവരുടെ ചെയ്തികളെ സ്വയം മനസ്സിലാക്കാനാവാത്ത വിധം അന്ധരാക്കി തീർക്കുന്നു. തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ അവകാശമാണെന്നു തിന്മ അവരോട് ചൊല്ലിക്കൊടുക്കുന്നു. വിഷയാസക്തിയും അധർമ്മവും സാമാന്യകാര്യങ്ങളെന്നു തിന്മ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്കും നേരല്ലാത്ത ജീവിതക്രമത്തിലേക്കും മനുഷ്യനെ തിന്മ മോഹിപ്പിച്ചു വശീകരിച്ചു കൊണ്ടുപോയി കുടുക്കിലാക്കുന്നു. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് ആണും പെണ്ണും ബലഹീനരും എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടാൻ പോന്നവരുമാണേക്കാട്. ചിലർ വഞ്ചിക്കപ്പെടുന്നത് ലൈംഗികതയുടെയും മറ്റു ചിലർ അഹന്തയുടെയും വേറെ ചിലർ അത്യാർത്തിയുടെയും അങ്ങനെ മറ്റു പലതിൻ്റെയും മേഖലകളിലാണ്. എന്നാൽ മനുഷ്യന്റെ ബലഹീനതകളൊക്കെയും അറിയുന്ന ദൈവം അവനെ സ്നേഹിക. അവനു പാപമോചനം വാഗ്ദാനം ചെയ്യുകയാണ്. അവരുടെ പ്രവൃത്തികൾ കണക്കിലെടുക്കാതെ ദൈവം എല്ലാവരിലേക്കും തന്റെ സ്നേഹം ചൊരിയുന്നു. എന്തെന്നാൽ ഒരിക്കൽ അവിടുത്തെ സ്നേഹം സ്വീകരിച്ച് പാപമോചനം ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെ നിന്നെപ്പോലെ തന്നെ അവരും തിന്മയെ മറികടക്കുവാനുള്ള കരുത്തു നേടും. ഓർക്കുക, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ സത്യമായും നിന്റെ ഹൃദയത്തിൽ നിന്നും പൊറുതിക്കായി ഇച്ഛിക്കുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞു. എന്നിട്ട് നീ ഇപ്പോൾ ആയിരിക്കുന്നതുപോലെ ദൈവത്തിന് ഉതകുന്ന ഒരു ജീവിതം നയിക്കുകയും തുടർന്നു പാപം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ കുറ്റബോധത്തോടെ തിരിഞ്ഞുനോക്കേണ്ട ആവശ്യമില്ല. നീ പാപമോചനം ലഭിച്ചവനും സ്നേഹിക്കപ്പെട്ടുന്നവനുമാണ് എന്നറിയണം.